ആ ആ ഇതേ പുതിയ കളക്ഷൻസ് ഇന്ന് നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ഒരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സാമ്പിളിങ് നടത്താൻ പറ്റിയായിരുന്നു. കാഞ്ചീപുരം കേരള സാരിയിൽ പുതിയ കളക്ഷൻസിൻ്റെ ഒരു ഇതാണ്. ഇതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മമ്മി എസ്തർ കൊടുക്കാൻ പോകുന്നത്. കാഞ്ചി മെറൂൺ കളറിലേക്കാണ് ഇതിൻ്റെ ബ്ലൗസ് സെറ്റ് ചെയ്തത്. ഇതാ ഈ ഒരു കളറിലോട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരു ഡിസൈൻ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇത് നമ്മളുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞാലാണ് അതിൻ്റെ നമുക്കൊരു സന്തോഷം ഉണ്ടാവണേ. നിഷാന്ത് എന്ത് പറയുന്നു? നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഡെഡിക്കേഷൻ നമുക്കൊരു ദിവസം ഉണ്ടാക്കാൻ പറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഇതായിരുന്നു. നമ്മളുടെ മെഷീനിലിട്ടിട്ട് ഈ ഒരു പോൾക്കാ ഡോട്ട് എങ്ങനെ ചെയ്യണമെന്നും ഈ ഒരു ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കോൺട്രാസ്റ്റ് ആ റെഡിഷ് മെറൂൺ വരുമ്പോഴേക്കുള്ള ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ബ്ലൗസിന് ഒരു പാറ്റേൺ ചെയ്യണം. നമ്മളുടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നു കണ്ടതാ. ഞാനിതിലേക്ക് ഒരു പെർ മീറ്റർ 160 വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് എടുത്തത്. പിന്നെ എൻ്റെ ജീവിതം, എൻ്റെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുറേ തുണികളുടെ ഇടയിൽ, അതുപോലെ തന്നെ കുറേ ക്രോഷോ ഹാൻഡ് വർക്ക് ലേസസ് വന്നിരിക്കുന്നത് എല്ലാം പുതിയ പുതിയ കളക്ഷൻസാണ്. സാരീസ് വന്നിരിക്കുന്നത് ചന്തേരിയിൽ ടെസറിൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള പുതിയ പുതിയ സാരിയുടെ കളക്ഷൻസ്. ഗോഡൗണിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മളിപ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റണ്ണിങ് മെറ്റീരിയൽസിലേക്കൊക്കെ വരുമ്പോൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മളുടെ ഇവിടെ ഇൻ ഹൗസിൽ സ്റ്റിക്കർ വർക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഈ മാസത്തെ പുതിയ കളക്ഷൻസാണ്. എല്ലാം ഒരുക്കി വെച്ചിട്ട് ജൂലൈ മാസത്തിൻ്റെ ഒരു പുതിയ കളക്ഷൻസ് പോലെ നമ്മളിങ്ങനെ സ്റ്റോറിലേക്ക് വെച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കണ്ടോ നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ആ ഒരു അതിൻ്റെ ബാക്ക് ഇൻ ഹൗസിലിരിക്കുന്ന കളക്ഷനാണിത്. ഒരു ഡിസൈൻ ഷാമ്പയിൻ കളറിലേക്കൊക്കെ വന്നിട്ട് അത് വീഡിയോ വന്നപ്പോഴേക്കും തന്നെ നിറയെ ഷോപ്പിലേക്ക് ഞാൻ വിട്ടതെല്ലാം കഴിഞ്ഞായിരുന്നു. വീണ്ടും ഇത് ഗോഡൗണിലിരിക്കുന്ന കളക്ഷനാണ്. അക്കോബയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ ഇങ്ങനെ ഒരു ബ്രൈഡൽ കളക്ഷൻസായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡാർക്ക് കളറിലേക്കും പേസ്റ്റൽ കളറിലേക്കും. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ ഗോഡൗൺ ഇവിടെയായിരിക്കും എൻ്റെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ കിട്ടും. ഞാനിവിടെയാണ് ചെലവഴിക്കുന്നത്. ഇതെൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സാരിയുടെ കളക്ഷനാണ്, സാരി കളക്ഷനാണ്. ഇത് കണ്ട ഒരു ഫ്ലോറൽ ഡിസൈൻസിന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഹാൻഡ് വർക്ക് ഇട്ടിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഈ റെയിൻബോ കട്ട് ബീഡ്സ് ഒക്കെ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് ഒരു 48-49 ചൂടിക്കട നടന്നിട്ട് ഞാൻ നിഷാന്തും കൂടെ പോയി കളക്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് പിക്കഡ് ഐറ്റംസ് ആണ്. ഇത് എത്ര ചെറിയ സൈസിലേക്ക് മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു സീറോട്ടിക്ക് ഇതൊക്കെ കണ്ട ഈ ഒരു കളക്ഷൻസ് ഒക്കെ അത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ്. ഇതാണ് നമ്മളുടെ ഹാൻഡ് വർക്കേഴ്സ് ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ മിഖായിൽ മാലാക. ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇതിങ്ങനെ മിഖായിൽ മാലാഖയുടെ രൂപമൊക്കെ മടക്കി വെക്കല്ലേടാ. ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് എപ്പോഴും നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന നമ്മുടെ സെയിൻ്റാണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാവല്. അപ്പോൾ നമ്മളുടെ പുതിയ ഡിസൈൻസ് കാണിച്ചു തന്നു. ഇനി നമ്മളുടെ റണ്ണിങ് മെറ്റീരിയൽസിലേക്ക്, നമ്മളുടെ വീഡിയോസിലേക്ക് പോകാം. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ കളക്ഷനാണ്. വീണ്ടും വീണ്ടും വരുന്ന പുതിയ പുതിയ കളക്ഷൻസാണ്. ഇതൊക്കെ നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ടിഷ്യൂവിൽ വന്നിട്ടുള്ള ഗോൾഡൻ ബുട്ടയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് ഒരു ഓണം വൈബാണ്. ഇത് ഒന്നും ചെയ്യണ്ട, 5.5 മീറ്റർ എടുത്തിട്ട് സാരി ചെയ്താൽ ഒരു ഓണം ക്രിയേറ്റീവായിട്ടുള്ള ഓണം കളക്ഷനായി. ഇനി ഇത് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്തിട്ട് ഇതൊരു ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 44 ഇഞ്ച് വീതിയാണ് നമുക്കിതിന് വരണത്. ഇത് പിന്നെ ടോപ്പും ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം, ലഹങ്ക അങ്ങനെ വരണ ഓണം വൈബിൽ വന്നിട്ടുള്ള ഒരു കേരള ക്രീം ഗോൾഡൻ ബുട്ട. ഇത് ഇങ്ങനെ ഒരു ചെറിയ ബുട്ടയാണ്. ഡിസൈൻ വരണത് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ ചെറിയ കളക്ഷൻസായിട്ട്. ഇത് 395 ആണ് പെർ മീറ്റർ വരുന്നത്. മെറ്റീരിയലിന് പെർ മീറ്റർ വരുന്നത് 395. ഇത് വരുമ്പോഴേക്കും അടുത്തൊരു ഡിസൈൻസിലേക്ക് നമുക്ക് ചെറിയൊരു പോൾക്കാ ഡോട്ട് പോലെ ഉള്ള ഫ്ലോറൽ ഡിസൈൻസ്. ഒരേ പ്രൈസാണ്. സിൽക്കാണ്, ടിഷ്യൂ സിൽക്ക്.
ഇനി ഇതൊരു കേരള സാരിയുടെ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്താലും ലാച്ച, ലെഹങ്ക, ക്രോപ്പ് ടോപ്പ്, ചെറിയൊരു ക്രോപ്പ് ടോപ്പ്, ഫുൾ സ്കേർട്ട്, യങ്സ്റ്റേഴ്സിന് പിന്നെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ചെറിയൊരു സൈഡ് സ്ലിറ്റ് ക്രോപ്പ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസി ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ്. എല്ലാം ഒരു ഓണം വൈബാണ്. 395 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് എപ്പോഴും ചെറിയ ഡിസൈൻസിനോടാണ് കൂടുതൽ പേർക്കും ഒരു താല്പര്യം കൂടുതൽ. ഇതെല്ലാം അത്തരത്തിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ്. നമുക്ക് കുറച്ച് ബിഗ് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ വണ്ണം തോന്നുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് വരുന്നത്. ഇത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒതുങ്ങി നിൽക്കും, ഒരുപാട് ചേർന്ന് ഒട്ടിയും പോവില്ല. അപ്പോൾ സാരി ആയിട്ട് സെറ്റ് ചെയ്യാനും അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട് സെറ്റായിട്ട് സെറ്റ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ഏത് സംഭവങ്ങൾക്കും ഈവൺ ഒരു വെഡ്ഡിങ് സാരിക്കായിട്ട് സെറ്റ് ചെയ്താലും ഇതാ ഇവിടെ ചെറിയ എന്തെങ്കിലും ഒരു സർദോസി വർക്ക് അല്ലെങ്കിൽ ഒരു സ്കാലോപ്പൊക്കെ കൊടുത്തിട്ട്, ഇത് നമ്മളിപ്പോൾ ഒരു ബേബി ലോക്കാണ് ഇതിന് ചെയ്തിരിക്കണത്. ഞാനിത് പ്രൊഡക്ഷനിലിട്ട് തന്നെ ചെയ്യിപ്പിച്ചെടുത്തതാണ്. കാരണം നമുക്ക് ഇപ്പം ഡയറക്റ്റ് 5.5 മീറ്റർ സാരി ആയിട്ട് സെറ്റ് ചെയ്യണം, വേറെ വർക്കൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ മുറിച്ചെടുക്കാനും പറ്റും. ഒരു എമർജൻസി കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ വർക്കുകൾ കയറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ഗോൾഡൻ ടിഷ്യൂല് വന്നിട്ടുള്ള ചുമ്മാ ചെറിയൊരു ടാസിൽ പോലെ എന്തെങ്കിലും ഒരു സിൽക്ക് ത്രെഡിൻ്റെ ടാസിൽ പോലെ സെറ്റ് ചെയ്താലും അടിപൊളിയായിരിക്കും. നമുക്ക് നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ കളക്ഷൻസാണ്. വീണ്ടും ഇതാ കണ്ടോ, ചെറിയ ബുട്ട, വീണ്ടും ഒരു ചെറിയ ബുട്ട, എല്ലാം സിൽക്ക് മെറ്റീരിയലാണ്. അതാ ഇതൊക്കെ ഇങ്ങനെ കണ്ടോ, ഇതെല്ലാം നമുക്ക് എല്ലാം ഒരു 50 മീറ്ററിൻ്റെ ബണ്ടിലുകളാണ് ഈ വന്നിരിക്കുന്നത്. ഓണം ബേസ്ഡ് ആയിട്ട്, കാരണം ഇത് നമ്മളിങ്ങനെ നേരത്തെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ബേസിൽ നമുക്ക് ഓണം കളക്ഷൻസൊക്കെ ഇറക്കാനായിട്ടുള്ള പുതിയ പുതിയ കളക്ഷനാണ്. ഇതാ ഇത് വരുമ്പോഴേക്കും ചെറിയൊരു ഡോട്ട്, വീണ്ടും ഒന്ന് റിപ്പീറ്റ് അല്ല, ചെറിയൊരു വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത്. ഒരേ പ്രൈസാണ്, ഡിസൈൻസിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ.